നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങി നടൻ ദിലീപ്. തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ദിലീപ് ആവശ്യപ്പെടും. അന്വേഷണ സംഘം മുഖ്യമന്ത്രി ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ദിലീപിന്റെ വാദം. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കി എന്നാണ് ദിലീപ് പറയുന്നത്. ഇക്കാര്യത്തിൽ വിധി പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുവാനാണ് ദിലീപിന്റെ നീക്കം. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ദിലീപ് അറിയിച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യഘട്ടത്തിൽ പൾസർ സുനി അടക്കം 7 പേർ മാത്രമാണ് അറസ്റ്റിലായത്. പിന്നീടാണ് ഗൂഢാലോചന കേസിൽ ദിലീപ് പിടിയിലാകുന്നത്. പൾസർ സുനി തന്നെ കുടുക്കുവാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് പോലീസിന് പരാതി നൽകിയിരുന്നു. ദിലീപിനെ അഭിസംബോധന ചെയ്ത് ജയിലിൽ നിന്നും സുനി അയച്ച കത്തുമായാണ് നടൻ പോലീസിൽ പരാതി നൽകിയത്. ഈ കത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് 85 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് നടന് ജാമ്യം ലഭിച്ചത്. ഇപ്പോൾ കേസിൽ നിന്ന് കുറ്റവിമുക്തനായതോടെ തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നതെന്ന ആരോപണമാണ് ദിലീപ് ഉയർത്തിക്കാട്ടുന്നത്. തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരെയും പോലീസിനെയും ലക്ഷ്യം വെച്ചാണ് നടന്റെ ആദ്യ പ്രതികരണം. തന്നെയും കുടുംബത്തെയും സാമൂഹ്യമായി ഒറ്റപ്പെടുത്തുവാൻ ശ്രമം നടന്നു എന്നാണ് ദിലീപ് ആരോപിക്കുന്നത്. തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരെയും പോലീസിനെയും ലക്ഷ്യം വെച്ചാണ് നടൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മഞ്ജുവിന്റെ വാക്കുകളോടെയാണ് തനിക്കെതിരെ അന്വേഷണം നീണ്ടതെന്നാണ് കോടതിക്ക് മുന്നിൽ വെച്ച ദിലീപ് പറഞ്ഞത്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർക്കൊപ്പമുള്ള ചില പോലീസുകാരും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നാണ് ദിലീപ് തുറന്നടിച്ചത്. ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുവാനായി സിനിമാ സംഘടനകൾ വിളിച്ചു ചേർത്ത ഐക്യദാർഢ്യ സദസ്സിൽ വെച്ച് ഈ കേസിൽ വലിയൊരു ക്രിമിനൽ ഗൂഢാലോചന ഉള്ളതായി സംശയിക്കണമെന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു. ഇതാണ് ദിലീപ് പരാമർശിച്ചത്. അതേസമയം ഇനി തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട നിയമ നടപടിയിലൂടെ നീങ്ങുവാൻ തന്നെയാണ് ദിലീപ് ഒരുങ്ങുന്നത്. അന്വേഷണ സംഘം മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. അതിജീവിതയുമായി തനിക്കുണ്ടായിരുന്നത് നല്ല ബന്ധമെന്നാണ് ദിലീപ് പറയുന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്നും ദിലീപ് പറയുന്നു. വിധിയുടെ പകർപ്പ് ലഭിച്ചയുടൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ദിലീപ് വ്യക്തമാക്കുന്നത്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിയമ പോരാട്ടം ഇവിടെയെങ്ങും അവസാനിച്ചേക്കില്ല. സെഷൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത്. അതിജീവിതയ്ക്ക് തുടർന്നും എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. വിധിയിൽ ഇതുവരെയും അതിജീവിത പ്രതികരിച്ചിട്ടില്ല. മേൽക്കോടതിയിലും അവർ നിയമയുദ്ധം നടത്തുമെന്നാണ് വിലയിരുത്തലുകൾ. നടി കേസിൽ 1ാം പ്രതി പൾസർ സുനി അടക്കം 6 പേർക്കാണ് ഇത്തരത്തിൽ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷാവിധി ഡിസംബർ 12-നാണ് പ്രഖ്യാപിക്കുക. ഗൂഢാലോചന നടത്തിയത് ദിലീപ് അല്ലെങ്കിൽ ആര് എന്നതാണ് അതിജീവിതയെ അനുകൂലിക്കുന്നവരുടെ ചോദ്യം. തീർച്ചയായിട്ടും ഒരു വേട്ടക്കാരനില്ലാതെ ഒരു ഇരയുണ്ടാവില്ല. അപ്പോൾ ആരാണ് ആ ഗൂഢാലോചന നടത്തിയത്? വാഹനത്തിൽ കയറിയ ഉടനെ ഇത് തനിക്ക് ലഭിച്ച കൊട്ടേഷൻ ആണെന്ന് സുനി പറഞ്ഞതായി അതിജീവിത പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയെന്നതാണ് തനിക്ക് ലഭിച്ച കൊട്ടേഷനെന്നും സഹകരിച്ചില്ലെങ്കിൽ എറണാകുളത്തെ ഫ്ളാറ്റിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുമെന്നുമായിരുന്നു ഭീഷണി. തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ എത്ര കോടികൾ വേണമെങ്കിലും നൽകാമെന്ന് നടി അഭ്യർത്ഥിച്ചിരുന്നുവെന്നും അത് കേട്ടിരുന്നുവെങ്കിൽ താൻ അറസ്റ്റിലാകുമായിരുന്നില്ലെന്നും നേരത്തെ തന്നെ സുനി വെളിപ്പെടുത്തിയതാണ്. ദിലീപിനെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ പ്രതികരണവുമായി പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ രംഗത്ത് വന്നിരുന്നു. കോടതി വിധിയിൽ അതിശയമില്ലെന്നും മറിച്ച് വിധി ഉണ്ടായാൽ നല്ലതെന്നാണ് കരുതിയതെന്നും ജിൻസൺ പ്രതികരിച്ചു. ഒരു മാധ്യമത്തോടായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം വന്നത്. കോടതിയിൽ മൊഴി നൽകുമ്പോൾ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും സാക്ഷിക്ക് വിലയില്ലാത്ത സംവിധാനമായിരുന്നു കോടതിയിൽ ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിധിയിൽ അന്നു മുതൽ തന്നെ ആശങ്കയുണ്ടായിരുന്നു. കോടതി വിധി പറഞ്ഞതിൽ കടന്നാക്രമണം നടത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ട് സംയമനം പാലിക്കുന്നുവെന്നും പ്രതികരിച്ചു. താൻ അടക്കമുള്ളവർക്ക് ഗൂഢാലോചന നടത്തിയെന്ന ദിലീപിന്റെ ആരോപണം തെളിയിക്കട്ടെ. ദിലീപിനെ വെല്ലുവിളിക്കുന്നുവെന്നും ജിൻസൺ വ്യക്തമാക്കുന്നുണ്ട്. ഗൂഢാലോചന ഈ കോടതിയിൽ തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ടാകില്ല, പക്ഷേ മറ്റു കോടതികളിൽ തെളിയിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ഉയർന്ന കോടതികളിലും മൊഴി നൽകും. എന്ത് ഭീഷണി ഉണ്ടായാലും മരണം വരെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യത്തിന് വിലയില്ലാതെ വരുമ്പോൾ എന്തിനാണ് വിളിച്ചു പറയുന്നതെന്ന് തോന്നുമെന്നും ജിൻസൺ പറയുന്നു. ഗൂഢാലോചന തെളിയിക്കുവാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. 2017 ഫെബ്രുവരി 17-നാണ് അങ്കമാലി അത്താണിക്ക് സമീപം വെച്ച് അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ഒരു സംഘം അതിക്രമിച്ചു കയറിയത്.
പിന്നീട് ഇവർ അതിജീവിതയെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും അപകീർത്തികരമായ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തു. പിന്നാലെ ആക്രമി സംഘം കടന്നു കളഞ്ഞു. സംഭവത്തിന് ശേഷം അതിജീവിത സംവിധായകനും നടനുമായ ലാലിന്റെ വസതിയിലാണ് അഭയം തേടിയത്. വിവരമറിഞ്ഞ സ്ഥലം MLA ആയിരുന്ന PT തോമസ് ലാലിന്റെ വസതിയിലെത്തി അതിജീവിതയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നാലെ അതിജീവിത പോലീസിൽ പരാതി നൽകി. 2017 ഫെബ്രുവരി 18 അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ കൊരട്ടി പൂവത്തുശ്ശേരി മാർട്ടിൻ ആന്റണി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാർട്ടിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പൾസർ സുനി എന്ന സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിജീവിതയെ ആക്രമിച്ചതെന്ന് വ്യക്തമായത്. ഇതിന് പിന്നാലെ പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങളും പോലീസ് കണ്ടെത്തി. 2017 ജൂൺ 28 ദിലീപിനെയും സുഹൃത്തും സംവിധായകനുമായ നാദിർഷയെയും പോലീസ് ചോദ്യം ചെയ്തു. ആലുവ പോലീസ് ക്ലബിൽ വെച്ച് ഏതാണ്ട് 13 മണിക്കൂറോളമാണ് ഇരുവരും ചോദ്യം ചെയ്യൽ വിധേയരായത്. ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കപ്പെട്ട ദിലീപ് പിറ്റേന്ന് നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ദിലീപ് നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ തെളിവ് പോലീസ് ശേഖരിച്ചു. 2017 ജൂലൈ 10 ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തി ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിറ്റേന്ന് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിൽ അടച്ചു. ഇതിന് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ദിലീപിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പിന്നീട് 85 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം 2017 ഒക്ടോബർ 3 കർശന ഉപാധികളോടെ ദിലീപിന് ജാമ്യം ലഭിച്ചു. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, വിജീഷ് മണികണ്ഠൻ, പ്രദീപ് കുമാർ, സലീം, വിഷ്ണു, ദിലീപ്, സൂരജ്, അപ്പു എന്നിവരായിരുന്നു കേസിലെ 1 മുതൽ 10 വരെയുള്ള പ്രതികൾ. 2018 മാർച്ച് 8 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ആരംഭിച്ചു. കേസിൽ വിചാരണ പുരോഗമിക്കുന്നതിനിടെ സാക്ഷികളെ അടക്കം കൂറുമാറ്റി കേസ് അട്ടിമറിക്കുവാൻ ദിലീപ് ശ്രമിക്കുന്നതായുള്ള ആരോപണങ്ങൾ ഉയർന്നു. കേസ് നീട്ടിക്കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ പ്രതികൾ CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട മേൽക്കോടതികളെ അടക്കം നിരന്തരം സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് 2021 ഡിസംബർ 25 സംവിധായകൻ ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തൽ ഒരു ചാനലിനോട് നടത്തിയത്. നടൻ ദിലീപിന്റെ ആലുവയിലെ വീടായ പത്മസരോവരത്തിൽ വച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്നതിന് ഗൂഢാലോചന നടന്നതായി ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി. പൾസർ സുനി ദിലീപിന്റെ വീട്ടിൽ എത്തിയെന്നും പണവുമായി മടങ്ങിയെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ചു പകർത്തിയ പീഡന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയും ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് നൽകി. പിന്നാലെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുള്ള തുടരന്വേഷണത്തെ എതിർത്ത് ദിലീപ് രംഗത്ത് വരികയായിരുന്നു. നീക്കത്തെ എതിർത്ത് ദിലീപ് DGPക്ക് പരാതി നൽകി. എന്നാൽ 2022 ജനുവരി 4 കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി. തുടർന്ന് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കുവാൻ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിറങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ 2022 ജനുവരി 23 ദിലീപിനെ 33 മണിക്കൂർ ചോദ്യം ചെയ്തു. പിന്നാലെ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ദിലീപിനെയും കൂട്ടുപ്രതികളെയും അന്വേഷണ സംഘം ബാലചന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തിരുന്നു. നടി കാവ്യ മാധവനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ വിധേയാക്കി. ഇതിനിടെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി കോടതിയിൽ സമർപ്പിച്ച മെമ്മറി കാർഡ് അനുമതിയില്ലാതെ തുറന്നു പരിശോധിച്ചുവെന്ന പരാതിയും തുടർ നടപടികളും കേസിന് വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി. മെമ്മറി കാർഡ് അനുമതിയില്ലാതെ തുറന്നുവന്ന വിഷയത്തിൽ നിർണായകമായ നിരവധി തെളിവുകൾ ഒരു മാധ്യമം പുറത്തുവിട്ടിരുന്നു.